Hi all, welcome back to Wings Academy's online classes. Okay, myself Apsara. ടീച്ചർ ഇന്ന് വന്നേക്കുന്നത് 10ാം ക്ലാസ് ഹിന്ദിയുടെ നമുക്കറിയാം ബുക്കെല്ലാം മാറിയിരിക്കുകയാണ്. അപ്പൊ 9ാം ക്ലാസ് എക്സാം ഒക്കെ എഴുതി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. അപ്പൊ 10th നമുക്കറിയാം സിലബസ് മാറി. അതിലെ ഹിന്ദിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗിഡ്കി എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ഒരു ലഘുകഥയാണ് കേട്ടോ ഗിഡ്കി, ചെറിയൊരു ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ടാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. ഗിഡ്കി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഗിഡ്കി എന്ന് വെച്ചാൽ എന്താ? ജനൽ എന്നാണ് അർത്ഥം, വിൻഡോ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗിഡ്കി എന്നുള്ള ഈ ഒരു ലഘുകഥ ആരാണ് എഴുതിയത് ചോദിക്കാം. ആരാണ് എഴുതിയത് നോക്കിയ മക്കളെ? അഞ്ജു ഗർബന്ദയാണ് എഴുതിയത്. അഞ്ജു ഗർബന്ദ എഴുതിയ ഒരു ലഘുകഥയാണ് ഗിഡ്കി എന്നുള്ള ഈ ഒരു പാഠഭാഗം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പാഠത്തിലോട്ട് പോകാം. അപ്പൊ ഇവിടുത്തെ നല്ലൊരു പിക്ചർ ഒക്കെ കാണുന്നുണ്ടല്ലേ? കുറച്ച് യാത്രക്കാരാണ്. അവരെന്തിലാ പോണേ? ട്രെയിനിൽ എങ്ങോട്ടോ യാത്ര ചെയ്യാണ്. കണ്ടിട്ട് ഒരു ഫാമിലിയുടെ പോലെയൊക്കെ കാണുന്നുണ്ടല്ലേ? ഫാമിലി ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ കഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ കഥ തുടങ്ങുന്നേ? ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ. ഹോഷിയാർപൂരിന് ഷാദി കാ ബുലാവ ആയ, കല്യാണത്തിന്റെ ക്ഷണക്കത്ത് വന്നു, അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഒരു ക്ഷണം വന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവാ. ട്രെയിൻ സേ ജാന, ട്രെയിനിൽ പോകാനാണ് തൈ ഹുവാ, തീരുമാനിച്ചത്. തൈ കർണ എന്ന് വെച്ചാൽ എന്താ? ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. അപ്പൊ ആദ്യം തന്നെ ട്രെയിനിൽ പോകാനാണ് തീരുമാനിച്ചിരുന്നത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി. സർദി എന്ന് വെച്ചാൽ എന്താ? തണുപ്പാണ് ട്ടാ. സർദി എന്ന് വെച്ചാല് തണുപ്പാണ്. ഹൽക്കി ഹൽക്കി, നേരിയ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ദസ്തക് ദേനെ ലഗി ഥി, അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ദസ്തക് ദേനെ ലഗി ഥി, അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ഇസ്ലിയേ, അതുകൊണ്ട് തന്നെ സോച്ച, ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചേ? ചലോ ഇസ് ബാർ, ഇത്തവണ ഇസ് ബാർ AC കെ ബജായ്. അപ്പൊ സാധാരണഗതിയില് അവര് യാത്ര പോകാറുള്ളത് AC കമ്പാർട്ട്മെന്റിലാണ്. അതിലാണ് അവര് യാത്ര ചെയ്യാറുള്ളത് ട്രെയിനില്. പക്ഷെ ഇത്തവണ അവര് ആലോചിച്ചു AC കെ ബജായ്, ACക്ക് പകരം. ബജായ് എന്ന് വെച്ചാൽ എന്താ? പകരം എന്നാണ് കേട്ടോ. ACക്ക് പകരം ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായേ. ജനറൽ കോച്ചില് സഫർ കാ ആനന്ദ്, സഫർ എന്ന് വെച്ചാൽ എന്താ? യാത്രയുടെ, ആനന്ദ് ലിയാ ജായേ, ആനന്ദം, ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പൊ സാധാരണഗതിയില് AC കമ്പാർട്ട്മെന്റിലൊക്കെയാണ് പോകാറെങ്കിൽ ഇത്തവണ അവർ വിചാരിച്ചു ജനറൽ കോച്ചില് യാത്ര ചെയ്യാം, ആ ഒരു ആനന്ദമൊക്കെ ഒന്ന് അനുഭവിച്ചറിയാം എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ പിന്നെ എന്താ ഉണ്ടായത്? പഹ്ലേ, ആദ്യം തന്നെ ബീവി ബച്ചേ. ബീവി എന്ന് വെച്ചാൽ ആരാ? പത്നിയാണ് ട്ടാ. ഭാര്യനെ പറയുന്നതാണ് ബീവി എന്നുള്ളത് ട്ടാ. ബച്ചേ, കുട്ടികളും ജനറൽ സേ ജാനേ പർ, ഈ ജനറൽ കോച്ചിൽ പോകാനായിട്ട് കുച്ച് നാരാസ് ഹുയേ, കുറച്ച് ദേഷ്യം കാണിച്ചു, കുറച്ച് ദേഷ്യപ്പെട്ടു. ഇപ്പൊ സാധാരണ AC-ലാ പോകുന്നേ, പെട്ടെന്ന് ഒരു ദിവസം ജനറലിൽ പോകാന്ന് പറയുമ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവരെന്ത് കാണിച്ചു? ചെറിയ രീതിയിൽ ദേഷ്യപ്പെട്ടു. പക്ഷെ പിന്നീട് ദോടി നാനുകർ കെ ബാദ്, ദോടി എന്ന് വെച്ചാൽ കുറച്ചെന്നല്ല അർത്ഥം. നാനുകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്ക് തർക്കങ്ങളാണ് കേട്ടോ. വാക്ക് തർക്കങ്ങൾക്കെല്ലാം ശേഷം കെ ബാദ് എന്ന് വെച്ചാൽ എന്താ? ശേഷം. മാൻഗയെ, മാൻഗയെ അവര് സമ്മതിച്ചു. വാക്ക് തർക്കത്തിനൊക്കെ ശേഷം അവര് സമ്മതിച്ചു. എന്തിൽ പോകാനായിട്ട്? ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാനായിട്ട് അവര് സമ്മതിച്ചു. ഡൽഹിയിൽ നിന്ന് ലഗ്ഭഗ്, ലഗ്ഭഗ് എന്ന് വെച്ചാൽ ഏകദേശം 8 ഘണ്ടെ കാ സഫർ, എത്ര മണിക്കൂറിന്റെ യാത്രയുണ്ട്? 8 മണിക്കൂറിന്റെ ഒരു യാത്രയാണ്. നോക്കുക, ലഗ്ഭഗ് ഏകദേശം 8 ഘണ്ടെ കാ സഫർ, 8 മണിക്കൂറിന്റെ യാത്രയാണ് അവർക്ക് ചെയ്യേണ്ടത്. സീറ്റ് ബുക്ക് ദി, അവർ എന്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്? സീറ്റ് അല്ല, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്യാദാ പരേശാനി നഹി ഹുയി,
അധികം എന്തുണ്ടായിരുന്നില്ല, പരേഷാൻ എന്ന് വെച്ചാൽ പ്രയാസങ്ങളാണ് കേട്ടാ, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നെഹി ഹുയി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അനുഭവപ്പെട്ടിരുന്നില്ല. ബച്ചോംനെ കുട്ടികൾ. അപ്പൊ നമ്മൾ ഈ പിക്ചറിൽ കണ്ടു അല്ലേ, ബീവി ഉണ്ട്, പിന്നെ ബച്ചയുണ്ട് അല്ലേ, കുട്ടികളുണ്ട്. അപ്പോ എന്താ നോക്കുക, ബച്ചോംനെ ഈ കുട്ടികള് ജട്ട് പെട്ടെന്ന് തന്നെ ഗിഡ്കി വാലി സീറ്റ്, നമുക്ക് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമല്ലേ, എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് വിൻഡോയുടെ അടുത്തുള്ള സീറ്റ്. ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ട്രെയിനിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് വിൻഡോയുടെ അടുത്തുള്ള സീറ്റ് കിട്ടാനായിട്ട്, വിൻഡോ സീറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ആഗ്രഹമല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കുട്ടികൾ എന്ത് ചെയ്തു, ജട്ട് ജട്ട് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് തന്നെ ഗിഡ്കി വാലി സീറ്റ്, വിൻഡോയുടെ അടുത്തുള്ള ആ ഒരു സീറ്റ് ജപ്പട്ലി, ജപ്പട്ലി എന്ന് വെച്ചാല് കൈയടക്കി അല്ലെങ്കിൽ കീഴടക്കി, ആ ഒരു സീറ്റ് പെട്ടെന്ന് തന്നെ അവര് കൈക്കലാക്കി. സാരാ സാമാൻ എല്ലാ സാമഗ്രികളും, ഇപ്പൊ കയ്യില് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ പിക്ചറിൽ കണ്ടു. അപ്പൊ ആ സാമഗ്രികളെല്ലാം സെറ്റ് കർ, എന്താ സെറ്റ് ആക്കി വെക്കാന്ന് പറയില്ലേ, അങ്ങനെ റെഡി ആക്കി വെച്ചിട്ട് മേം ഓർ പത്നി, ഞാനും പത്നിയും, പത്നി ആരാ, ഭാര്യ, ഞാനും ഭാര്യയും ബാത്തോ മേം മഷ്ഗൂൽ ഹോ ഗയി, വർത്താനത്തിൽ അങ്ങോട്ട് മുഴുകിപ്പോയി. അപ്പൊ അതാണ് നമ്മളുടെ ഫസ്റ്റ് പേജിലുള്ളത് കേട്ടോ, സിമ്പിൾ ആണ്. അപ്പൊ നമ്മളുടെ ഇവര് യാത്ര ചെയ്യുന്ന ഒരു കഥയാണ്, അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ കേട്ടോ. ആരൊക്കെയാണ്, ഒരു പുരുഷനും ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ട്, പിന്നെ കുട്ടികളും ഉണ്ട്. അവര് യാത്ര ചെയ്യാണ്, ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഫസ്റ്റ് പേജ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണല്ലേ. അവർ യാത്ര ചെയ്യുന്ന ടൈമില് ദേ ഒരു സ്ത്രീ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. എന്തോ ആ സ്ത്രീയുടെ കയ്യിലുണ്ട് അല്ലെ, വലിയൊരു പൊതിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ഭാഗം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ഭാഗം, ആ പിക്ചറിനെ അടിസ്ഥാനാക്കിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണെന്ന് നോക്കാം. ദേ ഇൻവേർട്ടഡ് കോമ കിടക്കുന്നു, അപ്പൊ അതെന്തായിരിക്കും, കോൺവെർസേഷൻ ആണ്, അവർ സംസാരിക്കുന്ന കാര്യമാണ് കേട്ടോ ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്നേ. അപ്പൊ നമുക്ക് നോക്കാം. ദീദി ചേച്ചി ജമ്മു കി ഷാൽ ലേലോ, ആ ജമ്മുവിൽ നിന്ന് കൊണ്ടുവന്ന ഷാൽ ലേലോ, ഷാൾ എടുത്തോളൂ, ലേലോ എടുത്തോളൂ. ബഹൂത് ബഡിയാ ഹേ വളരെ നല്ലതാണ്, ബഹൂത് ബഡിയാ ഹേ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. രംഗ് ബിരംഗി ഷാളോം ഖാ, രംഗ് ബിരംഗി എന്ന് വെച്ചാൽ എന്താ, കളർഫുൾ ആയിട്ടുള്ള ഷാളോം ഖാ, ഷാളുകളുടെ ഭാരി ഘടർ ഉഠായേ, ഭാരി ഘടർ എന്ന് വെച്ചാല് ഒരു വലിയൊരു പൊതി അല്ലെങ്കിൽ വലിയൊരു സഞ്ചി അവിടെ എടുത്തോണ്ട് ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേ ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാലേ, ഇവിടെ ഒരു സ്ത്രീ നിൽക്കുന്നില്ലേ, കയ്യില് വലിയൊരു സഞ്ചി ഉണ്ട് അല്ലേ, വലിയൊരു സഞ്ചി ഉണ്ട്, അതിലൊക്കെ എന്താണ്, ഷാളുകളാണ് കേട്ടോ. അപ്പൊ ആ ടൈമിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏക് സാംവലി സലോനി ഗജരാരി ആംഗോം വാലി യുവതി, പുതിയ കുറച്ച് വേർഡ്സ് ഉണ്ട് അവിടെ, ഓരോ വേർഡ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഏക് സാംവലി സലോനി, സാംവലി സലോനി എന്ന് വെച്ചാല് എന്താ, ഒരു ഇരുണ്ട നിറമുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇപ്പൊ കൃഷ്ണനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു നിറം എന്ന് പറയാം. അങ്ങനെ ഒരു നിറമുള്ള ശ്യാമവർണ്ണമുള്ള എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് സാംവലി സലോനി. പക്ഷെ അവളെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെയാണ് അവളുടെ ഫേസ് ഇരിക്കുന്നത്, ശരീരം അങ്ങനെയാണ്. പിന്നെ ഗജരാരി ആംഗോം വാലി, എന്താണ് ഗജരാരി ആംഗോം വാലി, കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല കറുത്ത കണ്ണുകളാണ് അവളുടെ, അതാണ് ഗജരാരി ആംഗോം വാലി, നല്ല കറുത്ത കണ്ണുകളുള്ള യുവതി, ഒരു യുവതി പത്നി കോ ഇസ്രാർ കർണേ ലഗി, പത്നിയെ തന്റെ ഭാര്യയെ എന്ത് ചെയ്യാൻ നോക്കി, ഇസ്രാർ കർണേ ലഗി ആഗ്രഹിപ്പിക്കുക അല്ലെങ്കിൽ മോഹിപ്പിക്കുക. ഇസ്രാർ കർണേ ലഗി ആഗ്രഹിപ്പിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ ഷാള് വാങ്ങാനായിട്ട് ഭാര്യയെ മോഹിപ്പിക്കാനായിട്ട് അവിടെ ഒരു യുവതി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കിത്തനെ കീ ഹേ, ഇപ്പൊ നമ്മളായാലും ഒരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കും, അതിന്റെ വില ചോദിക്കില്ലേ. അപ്പൊ അതേപോലെ ഇവിടെ പത്നി ചോദിച്ചു കിത്തനെ കീ ഹേ, എത്രയാണ് എന്ന് ചോദിച്ചു കേട്ടോ. അഡായി സൗഖി, അഡായി സൗഖി എത്ര രൂപയാ, 250 രൂപയാണെന്ന് പറഞ്ഞു, 250 രൂപയാണെന്ന് പറഞ്ഞു ഒരു ഷാളിന്. ഇത്രേ മഹംഗി, ഇത്ര വിലയോ, ചോദിക്കാണ് ഇത്ര വിലയോ ഷാളിന്, അങ്ങനെ പത്നി ചോദിച്ചു. അപ്പൊ തിരിച്ചു മറുപടി പറയാണ് നമ്മളെ യുവതി, ഷാള് വിൽക്കണ യുവതി ഇല്ലേ, ആ യുവതി മറുപടി പറയാണ് സ്യാദാ പീസ് ലോഗി, ആ
വലിയ പീസ് എടുത്തോളൂ അല്ലെങ്കിൽ ഒരുപാട് പീസ് എടുത്തോളൂ. സ്യാദ പീസ് ലോഗി. നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ കേട്ടിട്ടില്ലേ, ഒരുപാട് നമ്മള് പീസുകൾ എടുത്തു കഴിഞ്ഞാല് ഓഫർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ യുവതി പറയാണ് സ്യാദ പീസ് ലോഗി. വലിയ പീസ് അല്ലെങ്കിൽ ഒരുപാട് പീസുകൾ എടുത്തോളൂ. അപ്പൊ കുറച്ച് നൽകാം എന്ന് പറഞ്ഞു. ഒരുപാട് പീസ് എടുത്തു കഴിഞ്ഞാല് കുറച്ച് നൽകാം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തരാന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ പറഞ്ഞു കുറെ പീസ് എടുത്തു കഴിഞ്ഞാല് കുറച്ചൊക്കെ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു കേട്ടാ. തോ കം കർ ദൂംഗി, കുറച്ച് നൽകാം എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ തിരിച്ച് യുവതി പറയാണ് മുझे ദുക്കാൻ ഗോൽനി ഹൈ ക്യാ, മുझे ദുക്കാൻ ഗോൽനി ഹൈ ക്യാ, എനിക്കെന്താ കട തുടങ്ങാൻ വേണ്ടിയാണോ? അപ്പൊ ആ ഒരു രീതിയിലാണ് മറുപടി പറയുന്നത്. അവിടെ ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടല്ലേ. എന്താ പറയുന്നേ? മുझे ദുക്കാൻ ഗോൽനി ഹൈ ക്യാ, എനിക്ക് എന്താ കട തുടങ്ങാനാണോ? അങ്ങനെ ചോദിച്ചു. അപ്പൊ തിരിച്ചു മറുപടി പറയാണ് ലേലോന, ലേലോന, എടുത്തോളൂന്നേ. പാവാണ് കേട്ടോ നമ്മളുടെ ആ ഒരു യുവതിയില്ലേ, ഷാള് വിൽക്കാൻ വരുന്ന യുവതി പാവാണ്. യുവതി പറയാണ് ലേലോന, എടുത്തോളൂ എന്ന് പറഞ്ഞു. ബഹനോം ഓർ ഭാബിയോം കേലിയേ, ആർക്കൊക്കെ വേണ്ടി? സഹോദരിമാർക്കും അനിയത്തിമാർക്കും ഒക്കെ വേണ്ടി എടുത്തോളൂ, ലേലോന എടുത്തോളൂ എന്ന് പറഞ്ഞു കേട്ടാ. മേനെ പത്നിക്കോ ഇഷാര കിയാ, അപ്പോ നമ്മളുടെ ഇവളുടെ ഭർത്താവില്ലേ, ഭർത്താവ് പറയാണ് മേനെ പത്നിക്കോ, ഞാൻ പത്നിയെ ഭാര്യയെ ഇഷാര കിയാ. ഇഷാര കിയാ എന്ന് വെച്ചാൽ എന്താ? അവളോട് എന്തോ ആംഗ്യം കാണിച്ചു. എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ട് അവിടെ വന്നിട്ടാ. എന്താ നോക്കാ. तो उसने आंगें थरेरकर मुझे चुप रहने का संकेत दिया. അപ്പൊ നമ്മളുടെ ഭർത്താവ് എന്ത് ചെയ്യാ? പത്നിക്കോ, പത്നിയോട് എന്തോ ഇഷാരാക്കി, എന്തോ കൈകൊണ്ടോ ആളൊക്കെ എന്തോ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ പത്നി എന്താ ചെയ്തേ? तो उसने, അവൾ എന്ത് ചെയ്തു? आंगें थरेरकर मुझे चुप रहने का संकेत किया. ആംഗേം തരേർക്കർ എന്ന് വെച്ചാൽ കണ്ണുരുട്ടി കാണിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മളെ, അതേപോലെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് മുझे, എന്നോട് ചുപ് രഹ്നെ കാ സംകേത് കിയാ. ചുപ് രഹ്നെ കാ, മിണ്ടാണ്ടിരിക്കാനായിട്ടുള്ള സൂചന നൽകി ഭാര്യ. മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. അച്ഛാ 5 പീസ് ലോ തോ കിത്നെ കേ ദോഗി. അപ്പൊ പിന്നെയും ചോദിക്കുകയാണ്, പത്നി പിന്നെയും ചോദിക്കാണ്. എന്താ ചോദിച്ചേ? അച്ഛാ ഓക്കെ ശരി നന്നായി. 5 പീസ് ലൂ തോ കിത്തനെ കേ ദോഗി. 5 പീസ് എടുത്തു കഴിഞ്ഞാല് എത്രേനാണ് നൽകുക? എത്രേനാ നൽകുക എന്ന് ചോദിച്ചു. 5 പീസ് എടുത്തു കഴിഞ്ഞാല് നീ എത്രേനാ എനിക്ക് തരാൻ പോണേ എന്ന് ചോദിച്ചു കേട്ടാ. വിലപേശലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ, ബാർഗൈനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചു. 200 रुपये पर पीस ले लेनो दीदी. അപ്പൊ നോക്കി, 200 रुपये पर पीस. നോക്കുക, ഓരോ പീസിനും എത്ര രൂപ വെച്ചിട്ട്? 200 രൂപ വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടാ. 5 പീസ് എടുത്തു കഴിഞ്ഞാല് ഓരോ പീസിനും 200 രൂപ വെച്ചിട്ട് ഞാൻ നൽകാം. ശരിക്കും എത്ര രൂപയാ? 250 രൂപയാണ്. വില പേശി 5 പീസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ 200 രൂപയ്ക്ക്, ഓരോ പീസിനും ഞാൻ 200 രൂപയ്ക്ക് ഞാൻ നൽകാം എന്നാണ് പറഞ്ഞത് കേട്ടോ യുവതി. ഓക്കെ, ലേലേന ദീദി. അപ്പൊ സന്തോഷത്തോട് ചോദിക്കാണ്, ലേലേന ദീദി, എടുക്കട്ടെ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പൊ ദീദി പറയാണ്, ചേച്ചി പറയാണ് നാ വേണ്ട, 100 രൂപയെ പെർ പീസ്. അപ്പൊ പിന്നെ വിലപേശിയാണ് കേട്ടോ നമ്മളുടെ പത്നി. എന്താ പറഞ്ഞേ? 100 രൂപയെ പെർ പീസ്, 100 രൂപ. ഓരോ പീസിനും 100 രൂപ വെച്ച് തായോ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം 250 എത്തി, പിന്നെ 200 പറഞ്ഞു, പിന്നെ ഇപ്പൊ എത്രയാ പറയുന്നേ? 100 രൂപ വെച്ച് നൽകാനാ പറയണേ കേട്ടാ. 100 രൂപ വെച്ച് നൽകാനാ പറയണേ. സമ്മതിച്ചിട്ടുണ്ടാവോ? എന്താ നമുക്ക് നോക്കാം. ദീദി, ചേച്ചി, 100 तो बहुत कम है. 100 എന്ന് പറയുന്നത് ബഹൂത് കം ഹേ, വളരെ കുറവാണ്. ബഹൂത് വളരെ, കം ഹേ കുറവാണ് എന്ന് പറഞ്ഞു. കഹത്തെ ഹുയേ, പറഞ്ഞുകൊണ്ട്, ഉസ്കാ ഗല, അവളുടെ യുവതിയുടെ ഗല എന്ന് വെച്ചാൽ എന്താ? തൊണ്ടയാണ് കേട്ടാ. ആ തൊണ്ട എന്ത് ചെയ്യാൻ തുടങ്ങി? രുന്ത് ഗയാ. രുന്ത് ഗയാ എന്ന് വെച്ചാല് നമ്മൾ പറയില്ലേ, നമുക്ക് ഭയങ്കര വിഷമുള്ള കാര്യം കേട്ട് കഴിഞ്ഞാല് നമ്മളുടെ തൊണ്ട ഇടറുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ അവൾക്ക് ഫീൽ ചെയ്തു. ഓർ ഉസ്കി ഗജ്രാരി ആംഗേം ഭർ ഗയി. അവളുടെ ആ കറുത്ത കണ്ണുകളാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണ്ണുകൾ ഗജ്രാരി ആംഗേം ഭർ ഗയി, നിറയാനായിട്ട് തുടങ്ങി.
ഭയങ്കര സങ്കടമായ അവൾക്ക് ഇത് കേട്ടപ്പോ അവളുടെ കണ്ണുകള് നിറയാനായിട്ട് തുടങ്ങി യുവതിയുടെ. പിന്നെ എന്തുണ്ടായ നോക്കാം. ഓക്കെ, ചൽ നാ തേരി നാ മേരി. ചൽ എന്ന് വെച്ചാല് പോകാന്നല്ല, ഓക്കെ ശരി എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു മീനിങ് ആണ് കേട്ടാ. നാ തേരി നാ മേരി, നിന്റേതും അല്ല എന്റേതും അല്ല. പീസ്, ഓരോ പീസിനും എത്ര രൂപ വെച്ച്? 150 രൂപ വെച്ച്. അപ്പൊ രണ്ടുപേരും പറയാത്ത ഒരു വിലയാണ് അല്ലേ? എത്ര? 150 രൂപ വെച്ച്, നിന്റേതും അല്ല എന്റേതും അല്ല എന്ന് പറഞ്ഞു. അച്ഛാ ദീദി, ആ ശരി ദീദി, ടീക്ക് ഓക്കെ. ലോ എടുത്തോളൂ, രംഗ് പസന്ദ് കർ ലോ, ഇഷ്ടപ്പെട്ട കളർ നോക്കി എടുത്തോളൂ എന്ന് പറഞ്ഞു യുവതി. കുച്ച് സോച്തേ ഹുയേ, എന്തോ ചിന്തിച്ചുകൊണ്ട് ഉസ്നെ കഹാ, അവള് പറഞ്ഞു. ഇഷ്ടപ്പെട്ട കളർ നോക്കി എടുത്തോളൂ, എന്തോ ചിന്തിച്ചുകൊണ്ട് അവള് പറഞ്ഞു. ഓർ എന്നിട്ട് ഗഡർ പത്നി കെ സാമനെ സർക്കാ ദിയാ. ഗഡർ എന്ന് വെച്ചാൽ ആ ഒരു വലിയൊരു കെട്ടാണ് കേട്ടോ, ഷാളിന്റെ വലിയൊരു കെട്ടിനെയാണ് പറയാ. ആ ഒരു പൊതി അല്ലെങ്കിൽ ആ ഒരു കെട്ട് എന്ത് ചെയ്തു? പത്നി കെ സാമനെ, പത്നിയുടെ അടുത്തേക്ക് സർക്കാ ദിയാ, ഇങ്ങനെ നീക്കി വെച്ച് കൊടുത്തു. പത്നീനെ, പത്നി എന്താ ചെയ്തേ? 5 ഷാളെ, 5 ഷാളുകള് അലക്കർലി. അലക്കർലി എന്ന് വെച്ചാൽ അതിന്ന് വേർപെടുത്താന്ന് പറയില്ലേ, അല്ലെങ്കിൽ അതിന്ന് മാറ്റിയിട്ട് വെച്ചു. എത്ര ഷാള്? 5 ഷാള് അതിന്ന് വേർതിരിച്ചിട്ട് അവൾ എടുത്തു. ഓർ മേരി ഓർ ദേഖ് രുപയെ ദേനെ കാ ഇഷാര കിയാ. ഓർ എന്നിട്ട് എന്ത് ചെയ്തു? മേരി ഓർ ദേഖ്, എന്നെ നോക്കിയിട്ട്. ആരെ നോക്കിയിട്ട്? ഭർത്താവിനെ നോക്കിയിട്ട്. രുപയെ ദേനെ കാ, ആ പൈസ കൊടുക്കാനുള്ള ഇഷാര കിയാ, സൂചന കാണിച്ചു. അല്ലെങ്കിൽ മുഖത്ത് ആ ഒരു ആംഗ്യം കാണിക്കാന്ന് പറയില്ലേ, അതേപോലെ കാണിച്ചു. പൈസ കൊടുക്കാനുള്ള ആ ഒരു എക്സ്പ്രഷൻ കാണിക്കുകയാണ് ചെയ്തത്. മേനെ, അപ്പൊ ഭർത്താവ് എന്താ ചെയ്തേ? മേനെ, ഞാൻ. ജഡ്, ജഡ് എന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ. എത്ര രൂപയാണ്? 750 രൂപയാണ്. 750ന്റെ ഹിന്ദി എന്താ? 750 രൂപയെ എന്നാണ് കേട്ടോ. 750 രൂപയെ. നിക്കാൽക്കർ, എടുത്തുകൊണ്ട്. ദേദിയ, അവൾക്ക് ദേദിയ നൽകി. ഓക്കെ, ഉസ്കെ ജാനെ കെ ബാദ്, അപ്പൊ അവൾക്ക് പൈസ ഒക്കെ കിട്ടി, അവള് പോയില്ലേ. ഉസ്കെ ജാനെ കെ ബാദ്, അവൾ പോയതിന് ശേഷം. രാസ്തേ ബർ, രാസ്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയാണ് കേട്ടാ, വഴി മുഴുവനും. പത്നി കി സുയി, പത്നിയുടെ ചിന്ത. പത്നിയുടെ ചിന്ത എന്തിലായിരുന്നു? ഇസി ബാത് പർ അട്കി രഹി, ഈ ഒരു കാര്യത്തിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ഇസി ബാത് പർ, ഈ ഒരു കാര്യത്തിൽ. അട്കി രഹി, തങ്ങി നിൽക്കുകയായിരുന്നു. എന്താണ് ആ കാര്യം എന്ന് നെക്സ്റ്റ് വരിയിലുണ്ട്. എന്താണെന്ന് നോക്കിയേ. वो एक बार में ही 150 में मान गई. അവൾ ഒറ്റ തവണയിൽ തന്നെ. ഏക് ബാർ മേം ഹി, ഒറ്റ തവണയിൽ തന്നെ. 150 में, 150 രൂപയിൽ. മാൻഗയെ, സമ്മതിച്ചു. ഗൽത്തിക്ക്, തെറ്റ് പറ്റിപ്പോയി. കുറച്ചും കൂടി ബാർഗെയിനിങ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി വില പേശണമായിരുന്നു എന്നാണ് നമ്മളുടെ പത്നിയുടെ മനസ്സിലുള്ള ചിന്ത ട്ടോ. പക്ഷേ നമ്മളുടെ ആളുടെ ഭർത്താവില്ലേ, പത്നിയുടെ ഭർത്താവില്ലേ, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത നോക്കാം. ഓർ മേരി സുയേ, പക്ഷേ എന്റെ ചിന്തകൾ എന്തിലായിരുന്നു? അതീത് മേം ജാ അട്കി ദി. അതീത് മേം, അതീത് മേം എന്ന് വെച്ചാല് പണ്ടത്തെ കാലത്തിൽ ഉണ്ടായിരുന്ന, പാസ്റ്റിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു ഈ ഒരു ഭർത്താവ് അവിടെ ചിന്തിച്ചുകൊണ്ട് ഇരുന്നിരുന്നത്. അതീത് മേം ജാ അട്കി ദി, കഴിഞ്ഞു പോയ കാലത്തിലായിരുന്നു നമ്മളുടെ ഭർത്താവിന്റെ ചിന്തകൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ബേട്ടി കോ ഗോദ് മേം ബിഠാ. ബേട്ടി കോ, അപ്പൊ ഒരു മകളുണ്ട്. മകൾ എന്ത് ചെയ്തു? ഗോദ് മേം, ഗോദ് എന്ന് വെച്ചാൽ എന്താ? മടിയില്. ബിഠാന്ന് വെച്ചാൽ ഇരുത്തി. അപ്പൊ മകളെ മടിയിലിരുത്തി അദ്ദേഹം. എന്നിട്ട് എന്ത് ചെയ്യാ? റെയിൽഗാഡി കി ഗിഡ്കി സേ, റെയിൽഗാഡി ട്രെയിൻ ആണ് കേട്ടോ. ട്രെയിനിലെ ഗിഡ്കി സേ, അതേ നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് എടുക്കുന്നു. ഗിഡ്കി സേ, ജനലിലൂടെ. ജാംക്താ മേം, ജാംക്ന എന്ന് വെച്ചാൽ ഇങ്ങനെ എത്തി നോക്കുക എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. അപ്പൊ ആ ജനലിലൂടെ എത്തി നോക്കുകയാണ്. എങ്ങോട്ടാ നോക്കുന്നേ? മേം സോച്ചാ രഹാദ, അവ പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മേം, ഞാൻ. സോച്ച് രഹാദ, ചിന്തിച്ചുകൊണ്ടിരുന്നു.
അപ്പൊ മകളെ എടുത്തിട്ട് മടിയിലിരുത്തി. അത് കഴിഞ്ഞിട്ട് ഗിഡ്കീസെ ജനലിലൂടെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സോച്ച് രഹാദ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചിന്തിച്ചേ? മേരെ പിതാ ഭി റെയിൽഗാഡി മേ സാമാൻ ബേച്ച്. നോക്കുക, അപ്പൊ അദ്ദേഹം പറയാണ് മേരെ പിതാബി, എന്റെ അച്ഛനും, റെയിൽഗാഡി മേ ട്രെയിനിൽ, സാമാൻ ബേച്ച്, സാമാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം സാമഗ്രികളെല്ലാം വിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. ജബ് ധക്കെ ഹാരെ ഗർ ആത്തെ തോ. അപ്പൊ എന്താണ്, എന്റെ അച്ഛൻ ഇതേപോലെ ട്രെയിനില് സാമഗ്രികളെല്ലാം വിൽക്കുന്ന ആളാണ്. ധക്കെ ഹാരെ എന്ന് വെച്ചാല് ക്ഷീണിച്ച്, ടയേർഡായിട്ട് എന്നാണ് അർത്ഥം. ക്ഷീണിച്ച് അവശനായി. ധക്കെ ഹാരെ ക്ഷീണിച്ച് അവശനായി. എപ്പോഴാണോ ഗർ ആത്തെ വീട്ടിലേക്ക് വരുന്നത്. ജബ് എന്ന് വെച്ചാല് എപ്പോഴാണോ, ധക്കെ ഹാരെ എന്ന് വെച്ചാല് ക്ഷീണിച്ചവശനായി, ഗർ ആത്തെ എന്ന് വെച്ചാല് വീട്ടിലേക്ക് വരുന്നത്. തോ അപ്പോൾ ഉൻകി ആംഗോമേം അദ്ദേഹത്തിന്റെ ആംഗോമേം കണ്ണുകളിലും, വഹി നമീതി ഈ ഒരു നമീതി നനവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഈർപ്പം എന്റെ അച്ഛന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. ജോ ആജ് ഇസ് യുവതി കി ആംഗോ മേം ദി, അത് ഇന്ന്, ആജ് ഉസ് യുവതി കി ആംഗോ മേം ദി ആ യുവതിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന പോലെ ആ ഒരു നനവ് എന്റെ അച്ഛന്റെ കണ്ണിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് നമ്മളുടെ അഞ്ജു ഗർബന്ത ഈ ഒരു ലഘുകഥ, ചെറിയൊരു കഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റോറി. ഗിഡ്കി എന്നാണ് സ്റ്റോറിയുടെ പേര്. ഷോർട്ട് സ്റ്റോറിയാണ്, സിമ്പിൾ സ്റ്റോറിയാണ്. അപ്പോ അദ്ദേഹം കടന്നു വന്ന സാഹചര്യങ്ങളും ഇപ്പൊ അദ്ദേഹത്തിന്റെ പത്നിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ വലിയൊരു സ്ഥാനത്തിലെത്തി എന്ന് പറഞ്ഞാലും നമ്മൾ വന്ന വഴിയൊന്നും നമ്മൾ മറക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ചെറിയൊരു ലഘു കഥയാണ് ഗിഡ്കി എന്നുള്ളത് കേട്ടോ. അപ്പൊ സിമ്പിൾ ആണ്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഐശ്വര്യമായിട്ട് നമ്മൾ ആദ്യത്തെ പാഠത്തിന്റെ വീഡിയോ ആണ് നമ്മളിപ്പോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണം. ഓക്കെ, പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം വരുന്ന വീഡിയോസിലായിട്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.